എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. പിതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാളേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഉളനാട് ഭഗവാനേ ശരണം. ഉളനാട് ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹ കൃപാകടാക്ഷങ്ങൾ നല്ലവരായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ആവോളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉളനാട്ടിൽ ഭഗവാനെ ചെന്ന് കാണുമ്പോൾ ഭഗവാൻ ഓടക്കുഴലിൽ ഊതിക്കൊണ്ട് നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടെ ചെന്ന് ഭഗവാന്റെ മുമ്പിലിരിക്കുന്ന നിലവിളക്കിലെ ദീപങ്ങളിലല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഭഗവാന്റെ കണ്ണിലെ കൃഷ്ണമണികളിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങളോട് ഓരോരുത്തരോടും ഭഗവാൻ പറയുന്ന ചില രസാവഹമായിരിക്കുന്ന നല്ല രഹസ്യങ്ങളുണ്ടാകുമെന്നാണ്. ഒന്ന് പോയി നോക്കണം ഭഗവാന്റെ കൃഷ്ണമണിയിലേക്ക്. അപ്പോൾ ഭഗവാൻ അവിടെ ഒരു വലിയ നമ്മളോട് എന്തൊക്കെയോ പറയും ഭഗവാൻ. ചിലപ്പോഴൊക്കെ ഉളനാട് അമ്പലത്തിന് ചുറ്റും നമ്മൾ പ്രദക്ഷിണമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ എവിടെയൊക്കെയോ ഭഗവാനെ ഒന്ന് കാണാനും സാധിക്കും. അത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. നേരിട്ട് കണ്ടില്ല, അയ്യോ എനിക്കത് കണ്ടതുപോലെ ആവണം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്താ, ഒരു കാറ്റടിക്കുമ്പോൾ നമ്മൾ അറിയുന്നത് പോലെ, ചൂടറിയുന്നത് പോലെ, ഒരു സുഗന്ധം അറിയുന്നത് പോലെ ഉളനാട് ഉണ്ണിക്കണ്ണനെ അറിയണമെന്ന് വിചാരിച്ച് ഉളനാട്ടിൽ വന്നാൽ ഭഗവാൻ നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കി തരും. ഉളനാട് ഉണ്ണിക്കണ്ണൻ അവിടെ ഉണ്ട്, എൻ്റെ അടുക്കലുണ്ടായിരുന്നു ഇത്രയും സമയം. എത്രയോ പ്രാവശ്യം ഞങ്ങളൊക്കെ അത് അനുഭവിച്ചിട്ടുള്ള, അവിടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെല്ലാം അത് നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ളവരാണ്. അത് വളരെ സന്തോഷകരമായിരിക്കുന്ന രസകരമായിരിക്കുന്ന ഓരോ സമയങ്ങളാണ്. അപ്പോൾ എന്തായിരുന്നാലും ഉളനാട്ടിൽ ചെന്നെത്തി കഴിയുമ്പോൾ നിങ്ങൾക്കൊക്കെ അത് നന്നായിട്ട് മനസ്സിലാകുക തന്നെ ചെയ്യും. ഇന്ന് കർക്കിടക മാസം 4-ാം തീയതിയാണ്, തിങ്കളാഴ്ച ദിവസമാണ്, അത്തം നക്ഷത്രമാണ്, സപ്തമി തിഥിയാണ്. അപ്പോൾ പുണ്യമാർന്നൊരു ദിവസമാണ് ഇന്ന്. പുണ്യമാർന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന സീതാ സ്വയംവരമാണ് നമ്മളിന്ന് പറയുന്നത്. ഇന്ന് ഈ സീതാ സ്വയംവരം പറയുന്നതോടുകൂടി രാമായണത്തിലെ ആദ്യ കാണ്ഡമായിരിക്കുന്ന ബാലകാണ്ഡം തീരുകയാണ്. അപ്പോൾ ഇവിടെ ദശരഥ മഹാരാജാവിൻ്റെ അടുക്കൽ നിന്നും വിശ്വാമിത്ര മഹർഷി ശ്രീരാമചന്ദ്രനെയും കൊണ്ട് യാഗരക്ഷ ചെയ്യുന്നതിനായി പോയുമ്പോൾ തടകാനിഗ്രഹവും കഴിഞ്ഞ് യാഗരക്ഷയും ചെയ്ത് അഹല്യാമോക്ഷവും നടത്തി അഹല്യാസ്തുതിയും കേട്ടിട്ട് പിന്നീട് പോകുന്നത് മിഥിലയിലേക്കാണ്. അവിടെ ഇരിക്കുന്ന ശൈവചാപം എന്താണെന്ന് ഭഗവാന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് വിശ്വാമിത്ര മഹർഷി പോകുന്നു. ആ മിഥിലയിലെത്തിയ വിശ്വാമിത്ര മഹർഷി ജനക മഹാരാജാവിനോട് പറയുന്നുണ്ട്, ദശരഥൻ്റെ മകനാണ്, അവർ സുഹൃത്തുക്കളാണ് ദശരഥ മഹാരാജാവും ജനക മഹാരാജാവും. അപ്പോൾ പറഞ്ഞു, ഇത് അങ്ങയുടെ സുഹൃത്തായിരിക്കുന്ന ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത പുത്രനായിരിക്കുന്ന ശ്രീരാമചന്ദ്രനും മൂന്നാമത്തെ പുത്രനായിരിക്കുന്ന ലക്ഷ്മണകുമാരനുമാണ്. അവർ എൻ്റെ ആഗ്രഹപ്രകാരം, എൻ്റെ അഭ്യർത്ഥന പ്രകാരം യാഗരക്ഷ ചെയ്യാനായിട്ട് എന്നോടൊപ്പം വന്നതാണ്. തടകാനിഗ്രഹവും കഴിഞ്ഞ് യാഗരക്ഷയും ചെയ്ത് പിന്നീട് അഹല്യയ്ക്ക് മോക്ഷവും കൊടുത്തിട്ട് ഗൗതമാശ്രമത്തിൽ നിന്നിട്ട് വരികയാണ്. അപ്പോഴാണ് ഞാൻ അവരോട് പറഞ്ഞു, ഇവിടെ ഒരു ശൈവജാപം ഇരിപ്പുണ്ട്. അപ്പോൾ ധനുർവിദ്യയിൽ അപാരമായിരിക്കുന്ന അറിവും കഴിവും ഗുണവുമുള്ള ശ്രീരാമനെ കൊണ്ട് ആ ശൈവജാപം ഒന്ന് കാണിച്ച് ദർശിപ്പിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങയുടെ ഒരു അലിവുണ്ടായി ആ ശൈവജാപം ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. 5000-ഓളം ഭൃത്യന്മാർ ചേർന്നാണ് ആ ശൈവജാപം കൊണ്ടുവരുന്നത്. അതടുത്ത് കൊണ്ടുവന്നപ്പോഴേക്കും ആ ശ്രീരാമചന്ദ്രൻ ആ ശൈവജാപത്തെ ചെന്ന് തൊഴുതു. ഭഗവാൻ നോക്കിയപ്പോൾ, ശ്രീരാമചന്ദ്രൻ നോക്കിയപ്പോൾ ആ ശൈവജാപത്തിൽ ഇരിക്കുന്നത് ഭഗവാൻ മഹാദേവൻ്റെ കരങ്ങളുടെ ഭഗവാന്റെ കരസ്പർശത്തിൻ്റെ അടയാളങ്ങളാണ്. അവിടെ കാണുന്ന മഹാദേവനെ കണ്ടു തൊഴുതിട്ട് പറഞ്ഞു, അങ്ങ് എനിക്ക് അനുവാദം നൽകണം ഇതൊന്ന് എടുക്കുവാൻ. മഹാദേവന് സന്തോഷമായി. കാരണം
മഹാവിഷ്ണു എന്ത് ചെയ്താലും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മഹാദേവനാണെന്നാണ് പറയുക. അത്രമാത്രമാണ് അവരുടെ ആത്മബന്ധം എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ആ ശൈവജാപം എടുക്കാനുള്ള അനുവാദം മഹാദേവൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ മഹാവിഷ്ണു എൻ്റെ അവതാരമായിരിക്കുന്ന ശ്രീരാമചന്ദ്രന് ആ ശൈവജാപം എടുത്തു കുലച്ചു. ആ ശൈവജാപം കുലച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ആ ശബ്ദം കേട്ടുകൊണ്ട് അങ്ങ് മാറി നിന്നിരുന്ന സീതാദേവിയുടെ മനസ്സിൽ ഒരു ആനന്ദത്തിൻ്റേതായിരിക്കുന്ന ആഹ്ലാദത്തിൻ്റേതായിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി എന്നാണ്. കൗമാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും ഉത്തമമായിരിക്കുന്ന വൈവാഹിക ജീവിതത്തിലേക്ക് പോകേണ്ടതായിരിക്കുന്ന മാറ്റം അതിലൂടെ ഉണ്ടായി എന്നാണ് പറയുക. അങ്ങനെ ദശരഥ മഹാരാജാവിൻ്റെ മകനായിരിക്കുന്ന മൂത്തപുത്രനായിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ കൊണ്ട് ഒരു ഓവുചാൽ നിലം ഉഴുതപ്പോൾ യാഗം നടത്തിയ യാഗശാല ഉഴുതെടുത്തപ്പോൾ കിട്ടിയ മകളായിരിക്കുന്ന സീത, ജനകൻ്റെ മകളായിരിക്കുന്ന ആ ജാനകിയെ ശ്രീരാമചന്ദ്രനായിട്ട് വിവാഹം കൊടുക്കാനായിട്ട് തയ്യാറാവുന്നു. ഇനിയുമുള്ളത് മുതിർന്നവർ പരസ്പരം ചർച്ച ചെയ്യപ്പെടണം. അങ്ങനെ ജനക മഹാരാജാവ് ഉടൻ തന്നെ തൻ്റെ ഒരു സന്ദേശം ദശരഥ മഹാരാജാവിന് കൊടുത്തു. ദശരഥ മഹാരാജാവ് ഈ ഒരു വലിയ സന്ദേശം കേട്ടപ്പോൾ തന്നെ സന്തോഷമായി. അതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷകരമായിരിക്കുന്ന വർത്തമാനവും കൂടി പറഞ്ഞു. കാരണം എനിക്ക് ശരിക്കും 4 മക്കളാണുള്ളത്. സീത സഹിതം ഊർമിളയും ശ്രുതകീർത്തിയും മാണ്ഡവിയും തുടങ്ങിയ എനിക്ക് 4 മക്കളാണുള്ളത്, പെൺമക്കളാണുള്ളത്. അങ്ങേക്ക് 4 ആൺമക്കളാണ് എങ്കിൽ എൻ്റെ എല്ലാ പെൺമക്കളെയും ഞാൻ അങ്ങേക്ക് നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഇതിനപ്പുറത്തൊരു വലിയ സന്തോഷം അവിടെ ഉണ്ടായിട്ടില്ല ദശരഥ മഹാരാജാവ്. അദ്ദേഹം എല്ലാവരും കൂടി ചേർന്ന് ഉടൻ തന്നെ അവിടേക്ക് എത്തി. എല്ലാവരും കൂടി മിഥിലയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ആനന്ദകരമായിരിക്കുന്ന അവസ്ഥയിലേക്ക് അവിടെ ആയി മാറിയെന്നാണ് പറയുന്നത്. അങ്ങനെ ഏറ്റവും നല്ല ഒരു മുഹൂർത്തം നിശ്ചയിച്ചുകൊണ്ട് എല്ലാവരുടെയും വിവാഹങ്ങൾ ഭംഗിയായി കഴിഞ്ഞു. ഊർമിള ലക്ഷ്മണകുമാരനെയും മാണ്ഡവിയും ശ്രുതകീർത്തിയും യഥാക്രമം ഭരത ശത്രുഘ്നന്മാരെയും വിവാഹം കഴിച്ചു. അങ്ങനെ വൈവാഹിക ജീവിതത്തിലേക്ക് ചെന്നെത്തിയ ശ്രീരാമചന്ദ്രനും അതോടൊപ്പം തന്നെ ലക്ഷ്മണകുമാരനും ഭരതനും ശത്രുഘ്നനുമെല്ലാം തൻ്റെ ഭാര്യമാരോടൊപ്പം സന്തോഷത്തോടുകൂടി മിഥിലയിൽ നിന്നും അയോധ്യയിലേക്ക് യാത്ര പുറപ്പെടാനായി ഇറങ്ങി. അപ്പോഴാണ് ജനക മഹാരാജാവ് തൻ്റെ മക്കൾക്കായിട്ട് കരുതി വച്ചിരിക്കുന്ന ഒരുപാട് ആഭരണങ്ങളും സ്വർണവും അങ്ങനെ തുടങ്ങിയ ഒരുപാട് ധനവുമെല്ലാം അങ്ങോട്ട് കൊടുത്തു. ഇതെല്ലാം കൊണ്ട് പുറത്തോട്ട് പോകാനായി അവിടെ നിന്ന് യാത്ര തുടങ്ങാനായി തുടങ്ങിയപ്പോൾ ഒരുപാട് ദുർനിമിത്തങ്ങൾ കണ്ടു എന്നാണ് പറയുക. അപ്പോൾ എന്താണ് ദുർനിമിത്തങ്ങൾക്ക് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ പറയുന്നു, അവിടെ ഇപ്പോൾ ഒരു വലിയ സംഭവം അവിടെ നടക്കും. ആ സംഭവം കൊണ്ട് നമുക്കത് ഒരു പക്ഷേ അതൊരു വലിയ അനുഗ്രഹവും കൂടിയാകുമെന്ന് പറഞ്ഞു. അപ്പോഴുണ്ട് അവർ ഇങ്ങനെ യാത്ര എങ്ങോട്ട് തുടങ്ങാനായി തുടങ്ങിയപ്പോഴുണ്ട് ആ വലിയ ഒരു ഘോഷയാത്രയായിട്ട്, ഒരു ഘോഷയാത്ര പോലെ വരിവരിയായി പോകുന്ന ആ യാത്ര അവിടെ നിന്നു. എല്ലാവരും അന്വേഷിച്ച് എന്താണ് ആ യാത്ര എവിടെ നിന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു ഋഷിതുല്യനായിരിക്കുന്ന ഒരാളിതാ ഏറ്റവും മുൻപിൽ വന്ന് തടസ്സമായിട്ട് നിൽക്കുന്നു. ചെന്നു, എല്ലാവരും തൊഴുതു. അപ്പോൾ ചോദിച്ചു, വസിഷ്ഠ മഹർഷിയോട് ചോദിച്ചു, ഇതാരാണെന്ന് അറിയാമോ എന്ന് ശ്രീരാമചന്ദ്രൻ ചോദിച്ചു, ഇതാരാണ്? അപ്പോൾ പറഞ്ഞു, ഇതാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരമായിരിക്കുന്ന പരശുരാമൻ, ജമദഗ്നി മഹർഷിയുടെ മകനായിരിക്കുന്ന പരശുരാമൻ. അദ്ദേഹത്തിന് എന്തോ തെറ്റിദ്ധാരണ കൊണ്ട് വന്നതാണ് എന്ന് വിചാരിച്ചു. ശ്രീരാമചന്ദ്രൻ ആ പരശുരാമൻ്റെ അടുക്കലേക്ക് ചെന്ന് തൊഴുത് അദ്ദേഹത്തെ നമസ്കരിച്ചു. അപ്പോൾ പറഞ്ഞു, ക്ഷത്രിയ വംശത്തിൽ പിറന്നവരോടൊക്കെ എനിക്ക് മാനസികമായിട്ട് ശത്രുതയാണ്. പക്ഷെ നിൻ്റെ ഈ ഒരു വലിയ ഗുണം എനിക്ക് ആനന്ദത്തോടു കൂടി സന്തോഷമുണ്ടാക്കുന്നു. പക്ഷേ എങ്കിലും ഞാൻ വന്ന ലക്ഷ്യം ഞാൻ നിന്നോട് പറയാം. ദശരഥ മഹാരാജാവിൻ്റെ മകനായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ വൈഷ്ണവ ചൈതന്യമുള്ള വിഷ്ണുവിൻ്റെ തിരുവവതാരമാണെന്ന് പലരും പറയുന്നതായി ഞാൻ കേട്ടു. അങ്ങനെയെങ്കിൽ എൻ്റെ കയ്യിലൊരു വൈഷ്ണവ ചാപമുണ്ട്, അത് നീ ഒന്ന് കുലച്ചു നോക്കൂ. അത് നീ കുലയ്ക്കുകയാണ് എങ്കിൽ ഞാൻ നിന്നെ സമ്മതിക്കാം, അതല്ല എങ്കിൽ നിന്നെ യുദ്ധം ചെയ്ത് ഞാൻ നിന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ട ശ്രീരാമചന്ദ്രൻ തൊഴുകൈകളോടുകൂടി, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ വരികയാണ്. അങ്ങ് ധനുർവിദ്യയിൽ അപാരമായിരിക്കുന്ന പാണ്ഡിത്യമുള്ള ആളാണ്. അങ്ങയുടെ ഗുരുനാഥൻ എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീപരമേശ്വരനാണ്.
ശ്രീപരമേശ്വരനോട് പോലും യുദ്ധം ചെയ്തിട്ടുള്ള ആളാണ്. അത്രമാത്രം കഴിവും പ്രാപ്തിയുമുള്ള ആളാണ്. ആ ആളായിരിക്കുന്ന അങ്ങയോട് യുദ്ധം ചെയ്യാൻ ഈ ഉള്ളവൻ എന്താണ് ഇത്? ധനുർവിദ്യയൊന്നും എനിക്ക് അതിൻ്റെ ഒരു അല്പം മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അങ്ങ് ഇതിൻ്റെ മറുകര കണ്ട ആളാണ്. അങ്ങയോടൊപ്പം യുദ്ധം ചെയ്യാൻ എനിക്ക് സാധ്യമല്ല. പക്ഷേ അങ്ങയുടെ ആഗ്രഹം പോലെ ആ വൈഷ്ണവജാപം ഞാൻ കുലയ്ക്കാം. പക്ഷേ അങ്ങൊരു ലക്ഷ്യസ്ഥാനം എനിക്ക് കാണിച്ചു തരണം. അങ്ങനെ ആ വൈഷ്ണവജാപം എടുത്ത് കുലച്ചു. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ തിരുവവതാരമാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന യുവകോമളനായിരിക്കുന്ന ആ വ്യക്തിത്വം എന്ന് മനസ്സിലാക്കിയ ആ പരശുരാമൻ തൊഴുകൈകളോടുകൂടി ഭഗവാന്റെ ആ ശ്രീരാമചന്ദ്രൻ്റെ മുമ്പിൽ പറഞ്ഞു, അല്ലയോ ഭഗവാനെ, ഈ ഉള്ളവൻ എത്രയോ കാലമായി അങ്ങയെ കാത്തിരിക്കുന്നു. അങ്ങയുടെ അടുക്കലേക്ക് വന്ന് ഈ എന്നിലിരിക്കുന്ന വൈഷ്ണവ ശക്തി ചൈതന്യത്തെ അങ്ങിലേക്ക് സമർപ്പിക്കാൻ ഇതാ സമയമായിരിക്കുന്നു. എത്രയോ കാലമായി ഞാൻ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഭഗവാനെ. ഞാൻ തപസ് ചെയ്തപ്പോഴാണ് അത് പൂർണ്ണമായിട്ട് അറിഞ്ഞത്. ദശരഥ മഹാരാജാവിൻ്റെ മകനായിട്ട് ഭഗവാൻ മഹാവിഷ്ണു അവതരിക്കുമ്പോൾ അതിലേക്ക് ഞാൻ എൻ്റെ ശക്തി ചൈതന്യത്തെ സമർപ്പിച്ചു തരണം. അതിനായി ഞാൻ കാത്തു നിൽക്കുകയാണ് ഭഗവാനെ. ഈ ഉള്ളവൻ്റെ വൈഷ്ണവ ചൈതന്യം അങ്ങിലേക്ക് സ്വീകരിച്ചാലും എന്ന് ആ പരശുരാമൻ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അടുക്കലേക്ക് തൊഴുകൈകളോടുകൂടി പറഞ്ഞു. ശ്രീരാമചന്ദ്രൻ തൻ്റെ മുമ്പിൽ തൊഴുകൈകളോടുകൂടി നിൽക്കുന്ന പരശുരാമൻ്റെ അടുക്കലേക്ക് ചെന്ന് അദ്ദേഹത്തെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. അങ്ങ് ഈ ലോകമുള്ള കാലത്തോളം അങ്ങ് ചിരഞ്ജീവിയായി തന്നെ നിലനിൽക്കുന്ന ആളാണ്. അങ്ങേക്ക് അതുകൊണ്ട് യാതൊരു വിധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ അങ്ങ് എല്ലാവർക്കും അനുഗ്രഹത്തെ നൽകുന്ന ആളായി തന്നെ നിലനിൽക്കട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ തൻ്റെ ശക്തി ചൈതന്യത്തിലേക്ക് ഭഗവാനിലേക്ക് ആ പരശുരാമൻ്റെ ശക്തി ചൈതന്യത്തെ സ്വീകരിക്കപ്പെട്ടു എന്നാണ് പറയുക. അങ്ങനെ സ്വീകരിച്ച് ചൈതന്യ സ്വരൂപനായിട്ട് വിഷ്ണുവിൻ്റെ തിരു അവതാരമായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ ഇതുവരെ രാമചന്ദ്രനായിരുന്നുവെങ്കിൽ, രാഘവനായിരുന്നുവെങ്കിൽ, ഇപ്പോൾ അദ്ദേഹം ശ്രീ ആയിരിക്കുന്ന സീതാദേവി കൂടി, മഹാലക്ഷ്മിയുടെ തിരു അവതാരമായിരിക്കുന്ന സീതാദേവി കൂടി എത്തിയപ്പോൾ ശ്രീരാമചന്ദ്രനായി മാറപ്പെട്ടു. ആ ശ്രീരാമചന്ദ്രനായി അദ്ദേഹം അയോധ്യയിലേക്ക് പോവുകയാണ്. അവിടെ കൊണ്ടാണ് ബാലകാന്ഡം പൂർണ്ണമാകുന്നത്. അങ്ങനെ ബാലകാന്ഡം പൂർണ്ണമായി കഴിയുമ്പോൾ ഇനിയുമുള്ളത് ഈ അയോധ്യയിലെ വിശേഷങ്ങളാണ്. ആ അയോധ്യയിലെ വിശേഷങ്ങൾ അയോധ്യയിലാണ് വിശേഷങ്ങൾ ഇനിയുമുള്ളത്. ആ അയോധ്യയിലെ വിശേഷങ്ങൾ നമുക്ക് നാളെ ചർച്ച ചെയ്യാം. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ജഗദീശ്വരൻ നല്ലവരായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എന്നും എപ്പോഴും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നാളെ കാണാം. ഉണ്ണിക്കണ്ണനെയും നമുക്ക് എന്നും കാണണം, എന്നും വിളിക്കണം. എല്ലാ സമയത്തും ഉണ്ണിക്കണ്ണനെ ഒന്ന് വിളിച്ചാൽ വിളിപ്പുറത്തെത്തും. അത് ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലിരുന്നാലും ഉണ്ണിക്കണ്ണൻ കേൾക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമസ്കാരം.